അഞ്ചാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ഇന്റഗ്രൽ എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5 ഡി എക്സ്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഇന്റഗ്രലിനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഡിനോമിനേറ്ററിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5നെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കി പിരിച്ചെഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -4 എന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5 എന്നും വരുന്ന രണ്ട് നമ്പറുകളെ കിട്ടണം. ആ രണ്ട് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ആ നമ്പറുകൾ -5ഉം അതുപോലെ തന്നെ 1ഉമാണ്. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -4ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -5ഉം തരുന്ന രണ്ട് നമ്പറുകൾ. അത് -5ഉം അതുപോലെ തന്നെ 1ഉമാണെന്ന് മനസ്സിലാക്കാം. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. ഇനി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലേക്ക് കിടക്കുന്നു. അതായത് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു, പാർഷ്യൽ ഫ്രാക്ഷൻ രീതിയിൽ നമുക്കറിയാം ഡിനോമിനേറ്ററിലെ ഫാക്ടേഴ്സിനനുസരിച്ച് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസിന് എടുക്കണം. അതായത് എക്സ് മൈനസ് 5ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 എന്ന് എടുക്കുന്നു, പ്ലസ് എക്സ് പ്ലസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ബി ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 എന്നും എടുക്കുന്നു. ഇനി നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടെത്തണം. അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എയുടെയും ബിയുടെയും വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ്റെ രണ്ട് വശവും എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ മൊത്തമായിട്ടും ക്യാൻസലായിട്ട് എക്സ് മൈനസ് 1 എന്ന് വരും. റൈറ്റ് സൈഡിൽ എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5നെ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് 5 കട്ടായിട്ട് എ ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് വരും. അടുത്ത ബി ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1-നകത്ത് നമ്മൾ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 കട്ടായിട്ട് ബി ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് വരും. ഈ ഇക്വേഷനകത്തുനിന്ന് വേണം നമ്മൾ ഇനി എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടെത്താനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എക്സിൻ്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ ബി ഉൾപ്പെടുന്ന ഈ ഒരു ടേം 0 ആയിട്ട് നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൊടുക്കുകയാണ്. പുട്ട് എക്സ് ഇസ് ഇക്വൽ ടു 5. എക്സിൻ്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കുന്നു. എക്സിൻ്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് എക്സ് മൈനസ് 1 എന്നാണ്. അപ്പോൾ 5 മൈനസ് 1 4 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എ ഇൻറ്റു 5 പ്ലസ് 1, അതായത് എ ഇൻറ്റു 6 പ്ലസ് ബി ഇൻറ്റു 0, അതായത് ബിയുടെ ടൈം 0 ആയിപ്പോയി. അതായത് 4 ഈക്വൽ ടു 6a. അങ്ങനെ നമുക്ക് എയുടെ വാല്യൂ കിട്ടുന്നു. ദെർഫോർ എ ഇസ് ഈക്വൽ ടു 4/6. അതായത് എയുടെ വാല്യൂ 2/3 എന്ന് കിട്ടുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നുള്ള ആ ടേം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് -1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എയുടെ ടേം 0 ആയി പൊക്കോളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് എടുക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എക്സ് മൈനസ് 1, അതായത് -1 മൈനസ് 1 -2 ഈക്വൽ ടു എ ഇൻറ്റു -1 പ്ലസ് 1, അതായത് 0, പ്ലസ് ബി ഇൻറ്റു -1 മൈനസ് 5 -6, അതായത് -2 ഈക്വൽ ടു -6b എന്ന് വരും. അല്ലെങ്കിൽ ബി ഇസ് ഈക്വൽ ടു -2 ബൈ -6, മൈനസ് കട്ടായിട്ട് 2/6, അതായത് 1/3 എന്ന് വരും. അങ്ങനെ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടി. നമ്മളിവിടെ ഇതിനൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചിട്ട് ആ 1-നകത്തേക്ക് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂസ് പുട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇതാണ്. 1 ഇംപ്ലൈസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ, അതായത് 2/3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 പ്ലസ് ബി ഡിവൈഡഡ് ബൈ, അതായത് 1/3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് കാണേണ്ട ആ ഇൻ്റഗ്രൽ ഓഫ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5, അതിനെയാണ് നമ്മൾ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയത്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രലിൽ നമ്മൾ റൈറ്റ് സൈഡ് എഴുതുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 2/3 ബൈ
എക്സ് മൈനസ് 5 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1/3 എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇങ്ങനെ നമുക്ക് റൈറ്റ് സൈഡിൽ രണ്ട് ഇൻ്റഗ്രലായിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അങ്ങനെയെങ്കിൽ റൈറ്റ് സൈഡിൽ ന്യൂമറേറ്ററിലുള്ള കോൺസ്റ്റൻറ്റുകൾ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. 2/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 പ്ലസ് അടുത്ത ഇൻ്റഗ്രൽ 1/3 വെളിയിലേക്ക് വരും. 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 എന്ന് വരും. അതായത് 2/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് മൈനസ് 5. നമുക്കറിയാം ഇൻ്റഗ്രൽ 1/x ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സിന് പകരം എക്സ് മൈനസ് 5 എന്നുള്ള രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയാൽ മതി എന്ന് നമുക്കറിയാം. നമ്മുടെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 ഇൻറ്റു ലോഗ് മോഡ് എക്സ് മൈനസ് 5 പ്ലസ് 1/3 ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ.